വെൽക്കം ടു അപ്പൂസ് കിച്ചൻ. എല്ലാവർക്കും അപ്പൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ആദ്യമായാണ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു കുക്കിംഗ് ക്ലാസ് ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കുക. അവർക്ക് കുക്കിങ്ങിന് പ്രചോദനം നൽകാനെങ്കിലും ഈ വീഡിയോ സഹായകരമാവും. അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. ഇന്ന് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി വെച്ചാണ് തുടങ്ങുന്നത്. ബുൾസൈ തയ്യാറാക്കാൻ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമായിട്ട് വരിക? അപ്പൊ പറയൂ. ഓയിൽ, മുട്ട, അതെ, ഉപ്പ്, ഉപ്പുമുളക്. ഏത് മുളക്? പെപ്പർ, കുരുമുളക് പൊടി അല്ലെ. ഇത്രയും സാധനങ്ങൾ ഒരു പാനും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് തയ്യാറാക്കാം? ബുൾസൈ. ഓക്കെ, ബുൾസൈ എന്ന് നമ്മൾ ഇന്ത്യൻസ് പറയുന്നതാണ്. സാധാരണ ഇംഗ്ലീഷുകാര് അല്ലെങ്കിൽ യൂറോപ്യൻസ് ഹാഫ് കുക്ക്ഡ് എഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, ബുൾസൈക്ക് എന്താണ് പറയുക? ഹാഫ് കുക്ക്ഡ് എഗ്. യെസ്, എന്ന് വെച്ചാൽ നമ്മൾ ബുൾസൈ ഉണ്ടാക്കുമ്പോൾ അത് പകുതി വേവ് മാത്രമേ ആകാൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ബുൾസൈ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അടുപ്പ് കത്തിച്ചു, എന്നിട്ട് ഒരു പാന് അടുപ്പത്ത് വെച്ചു. ഓക്കെ, ഇവിടെ നമ്മൾ മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെന്താ, ഇതെന്താ? ഉപ്പ്, കുരുമുളക് പൊടി, പെപ്പർ. ഓക്കെ, പിന്നെ എന്തുകൂടി വേണം നമുക്ക്? ഓയിൽ. ഓക്കെ, ഓയിൽ എത്ര ഓയിൽ ഒഴിക്കുന്നുണ്ട്? 2 ടീസ്പൂൺ. അതെ, ഇത്രയും മതി കേട്ടോ നമുക്ക് ഓയില്. അപ്പൊ നമ്മളെ എണ്ണ നന്നായിട്ട് ചൂടാകുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് വലിയവർക്ക് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കാൻ എളുപ്പമായിരിക്കും അല്ലെ. ചെറിയ കുട്ടികൾക്ക് അങ്ങനെ പറ്റില്ല. അപ്പൊ നമ്മളൊരു പാത്രം എടുക്കുക, എന്നിട്ട് അതിലേക്ക് മുട്ട പൊട്ടിച്ചിട്ട് ഇതാ ഇങ്ങനെ ഒഴിക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ പാത്രം എടുത്തിട്ട് നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ടല്ലോ. അപ്പൊ തീ കുറച്ചിട്ട് പതിയെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, എന്താ ഈ ബുൾസൈ എന്ന് പേര് വരാൻ കാരണം അപ്പൂനറിയോ? ഇതിന്റെ മിഡിലല്ലേ ഒരു പോയിന്റ് ആയിട്ട് ആ യോക്ക് നിൽക്കുന്നത് എഗ്ഗിന്റെ, അതുകൊണ്ടാ. അപ്പൊ നമ്മൾ ഇങ്ങനെ ആവുമ്പോ എന്ത് ചെയ്യണം? ഇത്തിരി ഉപ്പ് എടുത്തിട്ട് ഇങ്ങനെ തൂക്കിക്കൊടുക്കുക. ഓക്കെ, ഒരു നുള്ളു ഉപ്പ് മതി കേട്ടോ. ഇനി കുറച്ച് പെപ്പർ ഇതാ ഇതുപോലെ ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പൊ എന്തായി? അതെ, ഇനി ഇത് റെഡിയായി എന്ന് നോക്കുമ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പതിയെ ഇങ്ങനെ ഫ്രൈ പാൻ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ തന്നെ ഇത് ഇങ്ങനെ വരും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഹാഫ് കുക്ക്ഡ് ആയി. ഓക്കെ, ഇത്ര മതി നമുക്ക് കുക്കായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? നമ്മളൊരു പാത്രം എടുക്കും, എന്നിട്ട് ഇത് പതിയെ, വളരെ പതിയെ ഇതാ ഇങ്ങനെ ഇതിലേക്ക് വെക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ബുൾസൈ ഇത് നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് കോരി കഴിക്കാം അല്ലേ. ഇനി അപ്പു ബുൾസൈ തയ്യാറാക്കും. ഓക്കെ, അപ്പു ബുൾസൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യും? ഇതാ അതെ, ഓയിൽ ഒഴിക്കും. ഓക്കെ, മുട്ട പൊട്ടിച്ച് വയ്ക്കൂ. ഓക്കെ, ഇനി എന്ത് ചെയ്യും? അതെ, ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? പാനൊന്ന് മെല്ലെ ആവുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പം
ഇതുപോലെ ഒരു സ്പാച്ചിൽ എടുക്കും. ഓക്കെ, എന്നിട്ട് പതിയെ ഇവിടുന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ പോലത്തെ ആവും. ഓക്കെ, ഗുഡ്. ഇപ്പം ആയില്ലേ? നമ്മളത് പാത്രത്തിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പം മെല്ലെ മാറ്റി നോക്കിയേ. തീ ഓഫ് ചെയ്യും. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബുൾസൈ റെഡി ആയിട്ടുണ്ട്. ശരിക്കും അപ്പം ഉണ്ടാക്കിയതാണ് ഏറ്റവും നന്നായി വന്നിട്ടുള്ളത് അല്ലേ? ഓക്കെ, നമുക്കിത് ടേസ്റ്റ് നോക്കാം. ഭയങ്കര ചൂടുണ്ടല്ലേ ഇത്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. എല്ലാവരും ട്രൈ ചെയ്യണം.